ഒരുപാട് സന്തോഷമുണ്ട്. നല്ല മനോഹരമായ നല്ലൊരു സദസ്സാണ്. കളിയും ചിരിയും ആട്ടവും പാട്ടും ഒക്കെയായി ഒരു കാലഘട്ടത്തിന് മുൻപേ നടന്ന കുറേ നല്ല ഓർമ്മകളുമായി ഈ കാലഘട്ടത്തിൻ്റെ ജീവിത തിരക്കൾക്കിടയിൽ ഇന്നിവിടെ ഈ പടുത്ത് ഉയർത്തിയ ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷങ്ങളും സങ്കടങ്ങളും സ്നേഹവായ്പകളൊക്കെ പകുത്ത് വലിയ ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ആ നല്ല നിമിഷത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയമ്പാടിൻ്റെ നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ്. വലിയ നീട്ടി പരത്തിയിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കാരണം നിങ്ങളുടെയൊക്കെ മനസ്സ് നിങ്ങളെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ കൂടിയാണ് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. അവിടെ വലിയൊരു ക്ലാസ്സിനോ ഉപദേശത്തിനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ ഒന്നും വലിയ പ്രശസ്തിയില്ല എന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. ലോകം വല്ലാതെ മാറിപ്പോയ ഒരു കാലത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കണേ. ആർക്കും ഒന്നിനും സമയമില്ല, ആരും ആരെയും കേൾക്കുന്നില്ല, ആരും ആരെയും കാണുന്നുമില്ല. ചില ദുരന്തങ്ങളൊക്കെ വന്നാൽ മാത്രമേ ചിലതൊക്കെ നമ്മൾ ഓർക്കുകയുള്ളൂ. ചില ദുരന്തങ്ങളൊക്കെ വന്നാൽ മാത്രമേ സമൂഹ മാധ്യമം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപക്ഷെ സ്നേഹത്തെക്കുറിച്ച്, ഒരുപക്ഷെ മതസ്നേഹത്തെക്കുറിച്ചൊക്കെ പാടി പുകഴ്ത്തുന്നുള്ളൂ. ഒരുപക്ഷെ ചില ദുരന്തങ്ങൾ നമ്മളെ പലതും അടുപ്പിക്കാനും ഓർമ്മിക്കാനും നമ്മളെയൊക്കെ മുൻപോട്ട് നയിക്കപ്പെടാനുമാണ് പ്രകൃതി ഓരോ വർഷങ്ങളിലും ഓരോ ദുരന്തങ്ങളെ നമ്മുടെ ഈ നാടിന് സമർപ്പിക്കപ്പെടുന്നത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലാണ്. കേരളത്തെ ഏറ്റവും കൂടുതൽ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഡിറ്റക്ഷൻ ആൻഡ് കൺവെൻഷൻ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് പെരിന്തൽമണ്ണ. ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ ഉള്ള, ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ചേരുന്ന 5 പഞ്ചായത്തിലടങ്ങുന്ന ഒരു ഹെവി പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ. എല്ലാ പോലീസ് സ്റ്റേഷനിലും സാധാരണ ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് സ്റ്റേഷൻ്റെ ചുമതല, SHO ആയി ചുമതല വഹിക്കണേ. എൻ്റെ സ്റ്റേഷൻ്റെ ചുമതല വഹിക്കുന്നത് ഒരു IPS ഉദ്യോഗസ്ഥനാണ്, കിരൺ P IPS. അത് വലിയ വലിയ സ്റ്റേഷനുകളിൽ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് NIOൻ്റെ സ്റ്റേഷനെ മഹത്വവൽക്കരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ആ വലിയൊരു പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 3 വർഷക്കാലത്തോളമായി സബ് ഇൻസ്പെക്ടറുടെ ജോലി ചെയ്യുകയാണ് ഞാൻ. ഇനി ഒരു 6 വർഷം കൂടിയുണ്ട് സർവീസിൽ. ഈ സ്റ്റേഷനകത്തേക്ക് കയറി വരുന്ന കുട്ടികളുടെ, മാതാപിതാക്കളുടെ, അച്ഛന്മാരുടെ മാനസിക, വൈകാരിക, ശാരീരിക മുറിവുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണുന്ന ഒരു എളിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എല്ലാവർക്കും സങ്കടങ്ങളാണ്, എല്ലാവർക്കും ആകുലതകളാണ്. മകളെ നഷ്ടപ്പെട്ട അമ്മ, വീട് വിട്ടിറങ്ങിപ്പോയ മകളെ ഓർത്ത് സങ്കടപ്പെടുന്ന അച്ഛൻ, ഔഫ് എന്ന് പറഞ്ഞ കുഞ്ഞുണ്ടോ? ഔഫ് എവിടെയെങ്കിലും ഉണ്ടോ? 9 വയസ്സുള്ള ഔഫ് നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ പേര് ചോദിക്കുക. എല്ലാവരും ഒന്ന് പേര് ചോദിക്കുക, അടുത്തുള്ള കുട്ടിയുടെ പേര് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ. ഔഫ് ആണെങ്കിൽ ആ മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ പോയിന്റിൽ, മൈക്ക് പോയിന്റിലുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, പുറത്തുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം ഒരുപാട് സങ്കടങ്ങളെ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി എന്ന് പറയുന്നത് കേവലം ഒരു ഒത്തുകൂടലല്ല. നിങ്ങൾക്ക് ചരിത്രത്തിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന, ഒരുപക്ഷെ കാലാകാലങ്ങളിൽ ഒരുപാട് നല്ല നിമിഷത്തെ സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇന്നത്തെ കൂടൽ. ഞാനിവിടെ കയറി വന്നപ്പം മനോഹരമായ വാക്കിലൂടെ സംസാരിക്കുന്ന ജാസിയുടെ വാക്ക് കേട്ടിട്ടാണ് ഞാനിവിടെ കയറി വന്നത്. ഈ പരിപാടിയെക്കുറിച്ച് നിരന്തരമായി അർഷാദിനോട് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ ആഷിഫ് മരക്കാരും നിങ്ങളുടെ ഈ കൂട്ടായ്മയെക്കുറിച്ചും നിങ്ങളുടെ ഈ കോർഡിനേഷനെക്കുറിച്ചും നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ, മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവുമെല്ലാം മറ്റുള്ളവർക്ക് സമർപ്പിക്കപ്പെട്ടതിൻ്റെ എത്രയോ നല്ല കഥകൾ, ഓർത്തിരിക്കാൻ പറ്റുന്ന കഥകൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേദിയിരിക്കുന്ന ഹംദ സാമി അടക്കം ഉള്ള മറ്റ് മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികൾ 10ാം തരത്തിൽ ആ കാലഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ മൈതാനങ്ങളിലും മുറ്റങ്ങളിലും മാവിൻ ചുവട്ടുകളിലെല്ലാം കഥകൾ പറഞ്ഞ് സങ്കടങ്ങളും നൊമ്പരങ്ങളും എല്ലാം അയവിറക്കി ഒരുപക്ഷെ ജീവിത പ്രയാണത്തിന് വേണ്ടി നമുക്കൊക്കെ മുൻപോട്ട് നയിക്കപ്പെടുവാനുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഈ സ്കൂളിൽ ഒത്തുകൂടിയത്. കുറേ പേർ ജീവിതത്തിൽ വിജയിച്ചു, ചിലരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ട് കാണാം, ചിലരൊക്കെ എന്നേക്കുമായി നമ്മൾക്കിടയിൽ നിന്ന് പൊഴിഞ്ഞു പോയിട്ടുമുണ്ടാവാം. ചിലർ സമൂഹത്തിൽ ഓർത്തിരിക്കേണ്ട നല്ല രീതിയിൽ അവരുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകാപരമായി കെട്ടിപ്പടുത്തിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഇവിടെ പഠിച്ച നമ്മൾക്കിടയിൽ പഠിച്ചു പോയവർ, അവരാ ചുറ്റപ്പെട്ട ഒരുപാട് പേർ
അവരുടെ കുടുംബങ്ങൾ ആ വ്യക്തികൾ കഴിഞ്ഞു പോകുന്നുണ്ടാവാം. ഒരുപക്ഷെ സമൂഹത്തിൽ മറ്റുള്ളവരെ നയിക്കപ്പെടുന്ന ഒരു നല്ല ഒരു മോട്ടിവേറ്റർ ഇതിനകത്തുണ്ടാകാം, നല്ല അധ്യാപകരുണ്ടാവാം, നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവാം, അതുപോലെ നല്ല ഒരു ബിസിനസ് എൻ്റർപ്രനർ ഉണ്ടാകാം, അല്ല ഒരു കുടുംബനാഥ ഇതിനകത്തുണ്ടാവാം. ഇതെല്ലാം നമ്മുടെ എല്ലാം ബിലീവ് മൈൻഡാണ്. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ സമൂഹത്തിൽ മുൻപോട്ട് നയിക്കപ്പെടണം എന്നുള്ളതെല്ലാം നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. ഇന്ന് നമ്മളെല്ലാം ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം ഇന്ന് അൾട്ടിമേറ്റായിട്ട് ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കുടുംബം നമ്മുടെ കയ്യിൽ നിന്ന് ഒലിഞ്ഞു പോയാൽ ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ട്രോമയായി അത് മാറും. നമുക്കറിയാം, ഈ അടുത്തിടയ്ക്ക് UP-യിൽ ഒരു വിനോദസഞ്ചാരത്തിന് പോയ 7 അംഗ കുടുംബത്തിനകത്ത് അച്ഛൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, അച്ഛനും അമ്മയും. ആ കുടുംബത്തിൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് ആദ്യം ഒലിച്ചു പോയത് 8 വയസ്സുകാരിയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹൃദയത്തിൽ സ്നേഹവേദനയോടുകൂടി നോക്കി നിന്ന ഒരു വീഡിയോ ശലകമായിരുന്നു ആ വീഡിയോ. ഞാനും ആ വീഡിയോ മുഴുവൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഞാൻ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ അറിയുന്നത്. ആദ്യം 8 വയസ്സുകാരി ഒഴുകിപ്പോവുകയാണ്. അവൾ പോയി എന്ന് ആർത്ത് കരയുന്ന 12 വയസ്സുകാരനായ മകൻ, അവനും ഒഴുക്കിൻ്റെ ശക്തി കൂടിയപ്പോൾ അവനും ഒലിച്ചുപോയി. പിന്നെ തൻ്റെ പ്രിയതമ ഭാര്യ, തൻ്റെ ബെറ്റർ ഹാഫ് 32 വയസ്സുകാരി ആ വീട്ടമ്മയും ഒഴുകിപ്പോയി. പിന്നെ അമ്മയും അച്ഛനും എല്ലാം ഒഴുകിപ്പോകുന്നത് അങ്ങ് ഇരുകരകൾക്കും അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് സഹപ്രവർത്തകരും ബന്ധുക്കളും നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഇത് വലിയൊരു നോവായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ആ നദിയുടെ കരകളിൽ പാറക്കെട്ടുകളിൽ നിന്ന് 7 ചേതനേറ്റ മൃതശരീരമാണ് വെള്ളയിൽ പൊതിഞ്ഞ് നാട്ടിലെത്തിച്ചത്. ഒരു കുടുംബം പാടെ അറ്റുപോയി. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട് ജില്ലയിലും അതുപോലെ നിലമ്പൂരിൻ്റെ ഹോസ്പിറ്റലുകളൊക്കെ ആയിട്ട് ഏകദേശം 4ഓളം ബോഡി ഇൻക്വസ്റ്റ് ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതിനകത്ത് എന്നെ വേദനിപ്പിച്ചത് ഒരു 15 വയസ്സുകാരി കുഞ്ഞിൻ്റെ ശരീരമാണ്. പൊതുവേദിയിൽ അവിടെ പേര് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. 32 കിലോമീറ്ററുകളോളം ചൂരൽമലയിൽ നിന്ന് ഒരു 10ാം ക്ലാസ്സുകാരി കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് അവൾ ആ കലക്കവെള്ളത്തോടൊപ്പം പാറക്കഷ്ണങ്ങൾക്കോടൊപ്പം ഒഴുകി വന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എടക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട മുണ്ടേരി എന്ന് പറയുന്ന ഒരു കടവിൽ വന്ന് അവൾ തീരമണഞ്ഞു. അത് കണ്ടത് ഒരു 48 വയസ്സുകാരനായ ഒരു മധ്യവയസ്സ് യുവാവ്. അദ്ദേഹം ആ കുട്ടിയെ കണ്ടപാടെ തലകറങ്ങി അദ്ദേഹം നിലത്ത് വീണു. അവസാനം ആ കുഞ്ഞിനെ നിലമ്പൂർ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തിച്ചു പോസ്റ്റ്മോർട്ടം ടേബിളിൽ. ആ ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഒരുപക്ഷെ തുടർന്ന് ആ കുഞ്ഞിൻ്റെ കാര്യം പറയാൻ ഒരുപക്ഷെ എനിക്ക് ആവതുണ്ടാവില്ല. അങ്ങനെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, പക്ഷെ അവളുടെ മുഖത്തിന് മാത്രം ഒരു പരിക്കില്ലായിരുന്നു. അവളെ തിരിച്ചറിയാൻ അവൾ ഉപ്പ കോഴിക്കോട് ഹോട്ടൽ ജോലി ചെയ്യുന്നുണ്ട്. ഉമ്മയും സഹോദരനും അവളും ഒഴുകിപ്പോയി. അവളെ കണ്ട് തിരിച്ചറിഞ്ഞത് മേപ്പാടിയിലെ ഉപ്പയുടെ അനിയൻ്റെ മകനായ 22 വയസ്സുകാരൻ ചെന്നൈയിൽ പഠിക്കുന്ന മകനാണ് ഈ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞത്. അവളാണ് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ആ വ്യക്തി ആ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ കൈ ചുരുട്ടി ചുവരുകൾക്കിടിക്കുന്ന ഒരു രംഗമുണ്ട്. ഹൃദയഭേദകമായ രംഗമാണ് അത്, പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ എത്രയോ രംഗങ്ങൾക്കാണ് ഈ അക്ഷര കേരളം കുറഞ്ഞ നാളുകൾക്ക് മുമ്പ് സാക്ഷ്യം വഹിച്ചത്. ഹൃദയം പൊട്ടിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്ന ഉണ്ണിമാഷെല്ലാം നമുക്ക് ഓരോ ഓർമ്മകളാണ്. ഈ കഴിഞ്ഞ പ്രളയം നമുക്ക് തന്നതൊക്കെ ഓരോ ഓർമ്മകളാണ്. ഓരോ കുഞ്ഞും ഓരോ അമ്മയും ഓരോ യുവാവും ഓരോ മനുഷ്യനും കഴിഞ്ഞ പ്രളയം നടന്നതും തൊട്ട് ഈ നിമിഷം വരെയുള്ള ഓരോ രംഗങ്ങളും പത്രദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടവരാണ്. അതെല്ലാം നമ്മളെ ഒരുപാട് ജീവിതം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആ പ്രളയം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാം എങ്ങനെ ജീവിക്കണമെന്നും ആ ദുരന്തം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചതും കെട്ടിപ്പിടിച്ചതും നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ ആർഭാടമായ കാറുകളുമെല്ലാം എവിടെയാണ് ചെന്ന് പതിക്കുന്നതെന്ന് ഈ ദുരന്തം നമ്മളെ പഠിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം കണ്ടു 350ഓളം വരുന്ന മഹീന്ദ്രയുടെ 4 വീൽ ജീപ്പുകൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. 68ഓളം വരുന്ന വലിയ ഹെവി വണ്ടികൾ, ട്രക്ക് പോലുള്ള വണ്ടികൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ജീവനുള്ള മനുഷ്യൻ ആദ്യം പൊക്കി പുറത്തെടുത്തു. കിലോ കണക്കിന് സ്വർണ്ണങ്ങളും പൈസകളും വാഹനങ്ങളും വീടുകളും എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം അത് ചെറിയ ദുരന്തമല്ല. മേപ്പാടിയിൽ ഒരു പുനരധിവാസ കേന്ദ്രത്തിനകത്ത് രാത്രി 2 മണിക്ക് ആ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 2ാമത്തെ നിലയിലേക്ക് കയറുന്ന കോണിപ്പടിയിൽ ഒരു 28 വയസ്സുകാരൻ ഇരിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട ഒരു 28 വയസ്സുകാരൻ. ഭാര്യയും തൻ്റെ 3 വയസ്സുള്ള കുഞ്ഞും ഉപ്പയും ഉമ്മയും തൻ്റെ സമ്പാദ്യവും എല്ലാം ഓർമ്മകളും നഷ്ടപ്പെട്ടുകൊണ്ട് ആ മനുഷ്യൻ ഏകനായി അദ്ദേഹം ഇരിക്കുകയാണ് അവിടെ. അദ്ദേഹം ഒന്നും കരഞ്ഞിട്ടില്ല. അദ്ദേഹം ഒന്ന് കരയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ നോക്കി നിന്നിട്ട്, നീ ഒന്ന് കരയെങ്കിലും ചെയ്യടാന്ന് പറഞ്ഞു. അങ്ങനെ വിദൂരത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്ന കുറേ
മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് ചില ഓർമ്മകളാണ്. എൻ്റെ സുഹൃത്താണ് അഡ്വക്കേറ്റ് തസലിയ, സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. തസലിയ കുറേ ദിവസങ്ങളായിട്ട് അവിടെയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഫിലിപ്പ് സാറേ, ജീവിതത്തിനകത്ത് കോഴിക്കോട് നിന്ന് എൻ്റെ ഭർത്താവ് അഡ്വക്കേറ്റാണ്. എൻ്റെ ഭർത്താവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഒരു ബാഗും എടുത്ത് ഞാൻ ബസ്സിൽ കയറി ഇങ്ങോട്ട് വന്നതാണ് എൻ്റെ യുവജനങ്ങളെ ഞാൻ കോർഡിനേറ്റ് ചെയ്യാൻ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ ഒരു കൂട്ടപ്രാർത്ഥന, സമൂഹ പ്രാർത്ഥന നടന്നപ്പം, ഒന്നിച്ചുള്ള ഒരു മരണത്തിന് മുമ്പ് സമൂഹ പ്രാർത്ഥന നടന്നപ്പം ഞാനും അവിടെ നിസ്കരിച്ചു. പക്ഷേ ഞാൻ പടച്ചവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. 10-25ഓളം മയ്യത്തുകൾ കുളിപ്പിച്ച് വൃത്തിയാക്കാൻ പടച്ചവൻ എനിക്ക് അവസരം തന്നു. ഈ 10-25 പേർ എൻ്റെ ആരാണ്? ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടാകുമ്പോൾ എൻ്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരി അവസാന വാക്കുകൾ ഇടറിപ്പോവുകയാണ്. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതും ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ. ഊരും പേരും അറിയാത്ത ഏതോ മനുഷ്യനെ ഏതോ ഒരുവൾ കഴുകി വൃത്തിയാക്കി അന്ത്യവിശ്രമത്തിനായി പറഞ്ഞയക്കപ്പെടുന്നു. ഇതും നമുക്ക് തരുന്നൊരു ഓർമ്മകളാണ്. ഒരുപാട് സോഷ്യൽ മീഡിയകളിലും ഒരുപാട് ഇടങ്ങളിലെല്ലാം നമ്മൾ കേട്ടതാണ് പലതും, അല്ലേ? പിറന്ന നേരത്ത് തൊട്ടതാരെന്നറിയില്ല എനിക്ക്, മരണമേ നീ എന്നെ കാർന്നെടുക്കുന്ന നേരത്തും ആരെന്നെ ചിതയിലേക്ക് എടുക്കുമെന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ജീവിതയാത്രയിൽ മറ്റുള്ള മജനജൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ എനിക്ക് എന്തേ കഴിയാത്തത്? ഞാൻ അലമുറയിട്ട് വിളിക്കുമ്പോൾ ഓടി വരാൻ പറ്റുന്ന എൻ്റെ അയൽവാസിയെ എന്തിനാണ് ഞാൻ ശത്രുവായി കാണുന്നത്? എന്നോടൊരു മനുജൻ ചോദിക്കുന്നു, ആരാ നിൻ്റെ ശത്രു എന്ന് ചോദിച്ചാൽ, എൻ്റെ കണ്ണുകൾ അടച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അയൽവാസിയാണ്. സത്യത്തിൽ ഒരു ശരാശരി മലയാളിയോട് ചോദിച്ചാൽ ആ മലയാളിക്ക് പറയാനുള്ളത് നമ്മൾ അയൽവാസിയാണ്. ആരാ ശത്രു എന്ന് ചോദിച്ചാൽ നമ്മുടെ അയൽപക്കത്തൊരു ശത്രുവുണ്ട്. മിത്രമായി കാണേണ്ട അയൽവാസിയെ ശത്രുവായി കാണുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ഇന്ന് ശക്തി കൂടുകയാണ്. അതിന് മറ്റൊന്നുമല്ല കാരണങ്ങൾ. കെട്ടിയടയ്ക്കപ്പെട്ട മതിലുകളും അല്ലേ, CCTVകളും എല്ലാമായി നമുക്ക് വണ്ടിയും കാറും നമ്മുടെ സമ്പത്തും നമ്മുടെ ദാരിദ്ര്യവും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യന് അയൽവാസിയെ ആവശ്യമില്ല. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ, അയൽ വീടുകൾ, നമ്മൾ ഉമ്മയപ്പരോടൊക്കെ ചോദിച്ചാൽ മതി, അടുത്ത വീട്ടിൽ നിന്ന് അയച്ചാത്ത അല്ലെ ഖദീജെ ഒരു ഗ്ലാസ് പഞ്ചസാര താഴെ വന്നിട്ട് തരാമെന്ന് പറയുന്നൊരു കാലമുണ്ടായിരുന്നു. കുറച്ച് മുളക് താ, 4 തക്കാളി താ, മല്ലിപ്പൊടി താ, മുളക് താ എന്നൊക്കെ പറയുന്ന ഒരു പഴയ കാലം ഇവിടെയുണ്ട്. ഇന്നാരും കൊടുക്കലില്ല, ആരും വാങ്ങലുമില്ല. ഇന്നാരും കൊടുക്കലുമില്ല, വാങ്ങലുമില്ല. ഇന്ന് എല്ലാവർക്കും വീട്ടിൽ എല്ലാ സാധനങ്ങളുമുണ്ട്. പണ്ടൊരു വസ്ത്രമിട്ട് സ്കൂളിൽ പോയ നമ്മൾ, ഒരുപക്ഷെ നമ്മുടെ മുമ്പുള്ള നമ്മുടെ ഏട്ടന്മാർ, നമ്മുടെ അച്ഛന്മാർ, അത് മാത്രം കഴുകി ഉണക്കി അത് ഉണങ്ങിയിട്ട് വേണം പുറത്തു പോകാനെന്ന് കാത്തിരുന്ന ഒരു തലമുറയെ നമ്മൾക്ക് മുമ്പിൽ നടന്നു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു വണ്ടിയായിട്ട് വന്നാൽ നിങ്ങളുടെ കുട്ടികൾ ഡ്രസ്സ് എടുത്താൽ ഒരുപക്ഷെ ഒരു ജീപ്പിനകത്തോ ഒരു വണ്ടിക്കകത്തോ നിങ്ങളുടെ മക്കളുടെ ഡ്രസ്സും ബാഗും അവരുടെ ചെരുപ്പും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അത്രമേൽ അവർ ഇന്നത്തെ കാലത്താണ് അവർ ജീവിക്കുന്നത്. സ്നേഹവായ്പകൾ, ഭക്ഷണം, ടെക്നോളജി, അവരുടെ കയ്യിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ എല്ലാം അവരെന്ന് ആവശ്യത്തിന് അവർ ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെല്ലാവരും അല്ലേ അവരുടെ ലോകത്തന്ന് ജീവിക്കണേ. കുട്ടികൾ നിഷ്കളങ്കരാണ്, അവർ അത്ഭുതങ്ങളെയും ഇതിഹാസങ്ങളെയും നേടിപ്പോകുന്നവരാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു നല്ല വൈദികൻ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഡിയോ ശകലകമാണ്. ആ വൈദികൻ്റെ പേരന്വേഷിച്ചുള്ള നടത്തമാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ വീഡിയോ എവിടെയും കാണുന്നുണ്ടെങ്കിൽ ദയവായി ആ അച്ഛൻ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അച്ഛൻ്റെ ഓഡിയോ എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കൊച്ചിയിൽ കുട്ടികളുടെ ദിനമായിരുന്നു കൊച്ചി രൂപത ആഘോഷിച്ചത്. ആ പരിപാടിയിൽ പോയപ്പം ഞാൻ ചോദിക്കട്ടെ, മക്കളെ എന്തോന്ന് വിളിയാക്കണം കേട്ടോ, മക്കളെ എന്ന് പറയുമ്പോൾ മക്കളെ, എവരിബഡി മക്കളെ, ലൗഡ് ഓർക്കെ, മക്കളെ. ഇനി കുട്ടികൾ മാത്രം കൈ പൊക്കിയിട്ട് വിളിയാക്കണേ, കൈ ഇങ്ങനെ പൊക്കണം, എന്നിട്ട് മക്കളെ. പോരാ സൗണ്ട് പോരാ, ഉറക്കെ മക്കളെ. മതി ഉണ്ടോ? കുട്ടികൾ നിഷ്കളങ്കരാണ്. അവരൊന്ന് വിളിച്ചാൽ മതി, ശ്രദ്ധിച്ചോളൂ. അവർ വിളിക്കാൻ സമയം കണ്ടെത്തിയാൽ മതി. പക്ഷെ നമ്മൾ വിളിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, അല്ലേ? അവരെ വിളിക്കുകയും അവരെ ഒന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ അവർ അതേപോലെ ചെയ്യും. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മക്കൾ ചെയ്യുമോ? ഞാൻ പറയുന്ന പോലെ കൈയടിക്കാൻ പറ്റുമോ? നല്ല ശബ്ദം ഉണ്ടാവണം, ഒരേപോലെ ആയിരിക്കണം ശബ്ദം, കേട്ടോ? നോക്കട്ടെ. ഒരു പപ്പ അല്ല പറഞ്ഞു, ഒരു പയ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഞാൻ ഒരു പായ പറഞ്ഞേ, പപ്പ പറഞ്ഞില്ല കേട്ടോ. ഓക്കെ, പപ്പടം. വല്ലവർക്കും കൂടെ അടിക്കാം കേട്ടോ, ഒന്ന് കുട്ടി ആയിക്കോളൂ.
പ ഡം പപ്പടം പപ്പടം വട്ടത്തിൽ വട്ടത്തിൽ ചുട്ടെടുത്തു. പപ്പടം വട്ടത്തിൽ ചുട്ടെടുത്തു. ആ മതി, ചുട്ടോളൂ കേട്ടോ. അപ്പോൾ മക്കളെ, ഞാൻ നിർത്താൻ പോവാണ്. കാരണം ലൈറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുണ്ട്. മഴ വരുന്നതിന് മുമ്പ് നീട്ടുന്നില്ല, 2 വാക്കുകൊണ്ട് പറഞ്ഞു നിർത്താം. അപ്പം അവിടെ വെച്ചിട്ട് ഈ കറിയൽ പിതാവുണ്ട്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പിതാവാണ് കറിയൽ പിതാവ്. ഈ പിതാവ് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 സിനിമകളുടെ പേരെന്ന് പറയാമോ? ആവേശം. ഓ സന്തോഷം. എടേ പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആവേശം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്. ആ പിതാവും അങ്ങനെ പറഞ്ഞത്. ഈ 3 സിനിമകൾ എവിടെയാണ് ആത്മാവെന്നാ ചോദിക്കുന്നത്. എവിടെയാണ് ഈ 3 സിനിമകളിൽ ആത്മാവ്? ആ സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെയും അടിയും ഇടിയും കുടിയാണ്. റൈറ്റ്? കണ്ടോ? കണ്ടു, അറിയാം. അപ്പം ആ സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെയും അടിയും ഇടിയും കുടിയാണ്. ശരിക്കും സിനിമ എന്താണ്? സിനിമ സമൂഹത്തെ സ്പർശിക്കുന്നുണ്ട്. സിനിമ സമൂഹത്തെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് സിനിമ പറയുന്നുണ്ട്. കേവലം എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, അത് കേവലം ഒരു വിനോദമല്ല. സിനിമ എന്ന് പറയുന്ന കല എല്ലാ കലകളിലും സന്നിവേശിക്കപ്പെടുന്ന മഹത്തരമായ ഒരു കലയാണ് സിനിമ എന്ന കല. ആ കല സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് വലുതാണ്. ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങിയപ്പോൾ ക്ലാസ്മേറ്റ് പുസ്തകം പോപ്പുലാരിറ്റിയായി. തട്ടത്തിൽ മറിയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിനകത്ത് തട്ടങ്ങളും അതിനകത്ത് പല സിനിമകളും, ഓർണമെൻറ്റ്സ്, ജിമുക്ക, അല്ലേ, പല നൃത്തങ്ങൾ, രൂപങ്ങൾ എല്ലാം സമൂഹത്തിൽ ട്രെൻഡായി മാറി. ഇതെല്ലാം സമൂഹത്തിന് ഓർമ്മപ്പെടുത്തുന്ന ഓരോ ചിന്തകളാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ സ്വാധീനിച്ച സ്വാധീനമാണ്. അവർ ഇന്ന് ആവേശവും ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ അവർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജീവിതത്തിനകത്ത് നല്ല കുറേ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ അത് കൂട്ടിച്ചേർത്ത് നിർത്തുകയാണ്. ഞാൻ പേര് ഫിലിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. മമ്പാട് ഞാൻ എഴുതി ചേർത്തതാണ്. കാരണം എൻ്റെ നാടിൻ്റെ പേര് എവിടെയെങ്കിലൊക്കെ കൊണ്ട് ചെന്ന് എത്തിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുള്ള വ്യക്തിയാണ്. എൻ്റെ ബാല്യകാലത്ത് മമ്പാട് എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിൽ ഞാൻ ഏകനായി നിന്ന് കരഞ്ഞ ഒരു ചെറിയ സന്ദർഭമുണ്ടായിരുന്നു. അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. മമ്പാട് എന്ന പേര് എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ എഴുതി ചേർക്കും. ഇന്ന് 3050 വേദികളിലും 19 രാജ്യങ്ങളിലേക്കും ഗിന്നസ് ബുക്കിലേക്കും ഞാൻ എൻ്റെ പേര് എഴുതി ചേർത്തു, ഫിലിപ്പ് മമ്പാട് എന്ന പേര്. അപ്പം അതെൻ്റെ ഒരു ബിലീവ് മൈൻഡാണ്. പക്ഷേ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് എന്തെങ്കിലും എൻ്റെ എൻ്റെ പേജ് കാണുമ്പോൾ ദയവായി ഒന്നൊന്ന് ഷെയറും ലൈക്കും തരണം. കാര്യം എനിക്കൊരു മോണിറ്റേഷനില്ല. എൻ്റെ എല്ലാ വീഡിയോ ഞാൻ ഇങ്ങനെ എടുക്കാറ്, ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ എടുക്കാറില്ല. അപ്പം ചില വീഡിയോകളൊക്കെ 2, 3, 4 മില്യൺ ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ലാഭമൊന്നുമില്ല, താല്പര്യമില്ല, ശമ്പളം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇനി 7 വർഷം കൂടെ സർവീസ് ഉണ്ട്, എങ്ങനെയും കടന്നു പോകണം. ഇപ്പം ഞാൻ വെറുതെയല്ല ഭാര്യ എന്ന് പറയുന്ന മഴവിൽ മനോരമയിൽ ശ്വേതാമേനെ ആങ്കറിങ് ചെയ്ത റിയാലിറ്റി ഷോയിൽ ഫൈനൽ കണ്ടസ്റ്റൻസ് ആയിരുന്നു ഞാൻ. ആ ഷോയ്ക്കകത്ത് നിന്ന് കുറച്ച് ജനശ്രദ്ധയൊക്കെ കിട്ടി. തുടർന്ന് അമ്മയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞ ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ വൈറലായി. അതിനുശേഷം മലപ്പുറം ജില്ലയിൽ എനിക്ക് കിട്ടിയ സ്വീകാര്യത ചെറുതല്ല. അതുകൊണ്ട് എനിക്ക് തന്ന സ്നേഹത്തിനോടാണ് ഞാൻ കടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജന്മം കോട്ടയം ജില്ലയിലാണെങ്കിലും കർമ്മം മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് ഞാൻ പറയും, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നാട് ഏതാണെന്ന് ചോദിച്ചാൽ അത് എൻ്റെ മലപ്പുറമാണെന്ന് പറയും. അതിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും മനുഷ്യനെ മനുഷ്യനാക്കുന്ന, അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് തട്ടാതെ ഒരു അപരൻ പോണ കണ്ട ആ സ്റ്റാൻഡ് തട്ടിപ്പോ എന്ന പുറകെ യാത്ര ചെയ്ത് പറയുന്ന ചെറുപ്പക്കാരുടെ നാടാണ് ഈ നാട്. അങ്ങനെ എത്രയോ നല്ല നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നമ്മുടെ ഈ നാട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ഈ കൂടലുകളെല്ലാം സന്തോഷമുണ്ടാക്കട്ടെ. അതൊരിക്കലും വേദനകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കരുത്. എല്ലാ സ്നേഹബന്ധങ്ങളും ബന്ധനങ്ങളിലേക്ക് എത്തരുത്. പല സൗഹൃദങ്ങളെല്ലാം പലപ്പോഴും പലയിടങ്ങളിലും ബന്ധനങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട്. പലതും കോർഡിനേറ്റ് ചെയ്യാൻ ആളുകളുണ്ടാവും. ഫ്ലെക്സുകൾ കെട്ടും, നിങ്ങൾ ചെറിയ സാമ്പത്തിക പിരിവൊക്കെ ഇടും. നല്ല ഭക്ഷണം, നല്ല സൗഹൃദം, നല്ല ഫോട്ടോ. ഒരുപക്ഷെ കാലഘട്ടത്തിൽ നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പകുത്തുവെക്കാൻ പറ്റുന്ന ഒരു പുതിയ അവസരമാണ് ഒത്തുകൂടൽ. അതിനുശേഷവും എന്നും കുടുംബത്തോടും സ്നേഹത്തോടും നന്ദിയോടും കൂടെ നിന്നുകൊണ്ട് വേണം ഓരോ ബന്ധങ്ങളും നിങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ. കാരണം സ്ഥായിയായി നിലനിൽക്കുന്ന നമ്മുടെ പവിത്രമായ ബന്ധം മാത്രമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ഞാൻ നിങ്ങൾക്കൊന്നും പറയുന്നില്ല. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. എന്നും എപ്പോഴും ഓർത്തിരിക്കുക എന്ന താങ്ക് യു. അപ്പം ഓർത്തിരിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ എൻ്റെ കൂടെ വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്. നിങ്ങളുടെ ഈ വീഡിയോ ഒക്കെ കാണുമ്പം ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന എൻ്റെ പേജും എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് ലൈക്കും ഷെയറും ചെയ്തോളൂ എന്ന് മാത്രം പറയുന്നു. താങ്ക്സ് ടു എവരിബഡി. താങ്ക് യു.
അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ സന്തോഷം നേരുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്ര മനോഹരമായ ഒരു ഗെറ്റ് ടുഗദർ ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. കാരണം കാരണം എന്താ വെച്ചാൽ അത് ഈ സംഘാടന മികവാണ്. പല സ്ഥലത്തും ഇങ്ങനെ ഒരു ഗെറ്റോ നടത്തിക്കൊണ്ട് കുറേ പേർ അവിടെ പോയി ഫോട്ടോ എടുക്കും, കുറേ പേർ ഒച്ചവിളി ഉണ്ടാക്കും. ഇവിടെ ഞാൻ കണ്ടത് എല്ലാവരും ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നു. നല്ല മനോഹരമായ നല്ല ഒരു പ്രൊജക്ടർ വെച്ച നല്ല സിസ്റ്റം, എല്ലാം കൊണ്ടും ശബ്ദം, വെളിച്ചം, അതേപോലെ ക്യാമറ, നിങ്ങളുടെ ലൈവ് പ്രോഗ്രാം, മീഡിയാസ് എല്ലാം, മൈക്ക് സെറ്റിനൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. നല്ല മൈക്ക് സിസ്റ്റം എല്ലാം എവരിബഡി എല്ലാം ഓക്കെയാണ്. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം. കാരണം ഒരു പോലീസുകാരൻ, ഞാൻ എപ്പോഴും പറയുമ്പോഴൊക്കെ എൻ്റെ അടിയിൽ പലരും പോലീസ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്ന വാക്കുകൾ കാണുമ്പോൾ വലിയ സന്തോഷം മനസ്സിൽ വരികയാണ്. അതെന്നെപ്പോലെ ഒരു പോലീസുകാരന് കൂടുതൽ സമൂഹത്തിൽ നടക്കാനും കൂടുതൽ നല്ല രീതിയിൽ പ്രവൃത്തിയെടുക്കാനുള്ള എൻ്റെ ഊർജ്ജം എനിക്ക് കിട്ടുകയാണെന്നുള്ള കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം എന്നെ കൂടുതൽ വിനയാധീനാക്കുകയുള്ളൂ. ഒരിക്കലും അഹങ്കാരത്തിലേക്ക് ഞാൻ പോകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഒരു ചെറിയ റിക്വസ്റ്റ് നമ്മളോട് പറഞ്ഞത് സാറിൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നീ പേജുകളെ കുറിച്ചാണ്. അതിൽ അദ്ദേഹം ഇടുന്നത് സ്വന്തം കോണ്ടൻ്റ് അല്ല, നമ്മുടെ കേരളത്തിന് ഇന്നത്തെ യുവതലമുറയെ എങ്ങനെ മയക്കുമരുന്നിൽ നിന്നും ലഹരിയിൽ നിന്നും മുക്തരാക്കാമെന്നുള്ള കിഡിലൻ കോണ്ടൻ്റാണ്. അപ്പോൾ എല്ലാവരും, മൊബൈലുള്ളവരെല്ലാവരും നമ്മുടെ VYKയുടെ 2010-11 ഹൃദയത്തിൻ്റെ പവർ കാണിക്കാം. This evening he will have more than 500 likes and followers for sure. It's our word, sir. Thank you so much. ഞാനൊരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ കൂടെയുള്ള മുസ്തഫ എഴുന്നേറ്റുന്നേ. മുസ്തഫയാണ് ട്രോമോക്കാറിൻ്റെ സ്ഥാപകനാണ് മലപ്പുറം ജില്ലയുടെ. അതിലുപരി ഇന്ന് ട്രോമോക്കാരൊക്കെ എവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ആദ്യ ഘട്ടങ്ങളിൽ സ്ഥാപിച്ച ഒരാൾ മുസ്തഫ എന്ന് വേദിയിലിട്ട് വരും. മാത്രമല്ല മുസ്തഫയുടെ വീട്ടിൽ വെച്ചിട്ടാണ് അച്ഛനും അമ്മയും ഇല്ലാതെ മരിച്ചുപോയ ഒരു കുഞ്ഞിനെ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് മുസ്തഫ ഏറ്റുവാങ്ങി, ഒരു പെൺകുട്ടി ഏറ്റുവാങ്ങി അവളെ കൈപിടിച്ചു കൊടുത്ത് അവൾക്ക് ഒരു 10-15 പവൻ്റെ സ്വർണ്ണമെല്ലാം ഇട്ട് മുസ്തഫയുടെ നാട് പട്ടർകുളത്ത് നിന്ന് ഒന്നുമില്ലാത്ത മകളെ രാജകുമാരിയെ പോലെ പട്ടർകുളത്തെ നല്ലവരായ നാട്ടുകാർ എല്ലാവരും ചേർന്ന് പറഞ്ഞറിയിച്ച മനുഷ്യൻ കൂടിയാണ്. അദ്ദേഹം ഒരു നല്ല ഡയറക്ടർ കൂടിയാണ്. ടോവിനോ തോമസിൻ്റെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ചെയ്യുന്ന ചിരി എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഡയറക്ടറും കോർഡിനേറ്റർ കൂടിയാണ്. അദ്ദേഹം വഴിയാണ് ഞാൻ ഏകദേശം 10-12 രാജ്യങ്ങളിൽ പോകാൻ മുസ്തഫ വഴി എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ ഇവിടെ സ്റ്റേജിൽ വെച്ചിട്ട് പുകഴ്ത്തി പറഞ്ഞതല്ല. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേജും കൂടെ നിങ്ങളൊന്ന് കാണുകയും കേൾക്കുകയും കൂടെ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിർത്തുന്നു. സോറി, ടൈം എടുത്തതിന് സോറി. താങ്ക് യു സോ മച്ച് സാർ. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. മുസ്തഫ സാർ, വെൽക്കം. അടുത്തതായി ഒരു സ്പെഷ്യൽ അവാർഡാണ്. നമ്മളിൽ ഒരുവൻ എന്നൊരു CPO, സിവിൽ പോലീസ് ഓഫീസർ, MSP മലപ്പുറം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആളെ ആദരിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ആ CPOക്ക് സ്വപ്നതുല്യമായ ഒരു അവാർഡ് നൽകുന്നത്. നമ്മുടെ ഫിലിപ്പ് മമ്പാട് സാർ ആൻഡ് മുസ്തഫ രണ്ടുപേരും ചേർന്നാണ്. മുഹമ്മദ് തഫ്സീറാണ് നമ്മുടെ ഇടയിലെ ആ പോലീസുകാരൻ. അവർക്ക് വേണ്ടി അവരുടെ ഉമ്മയാണ് റഹ്മത്ത് എന്നവരാണ് ഈ ഒരു നിമിഷം നമ്മോട് കൂടെ എത്തിയിട്ടുള്ളത്. തഫ്സീറിൻ്റെ ഉമ്മ റഹ്മത്തിനെ നല്ല കയ്യടിയോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കാം. തഫ്സീർ ഈ ഒരു നിമിഷം വയനാട്ടിലാണ് റെസ്ക്യൂ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. നല്ല കയ്യടി നൽകാം തഫ്സീറിനും തഫ്സീറിൻ്റെ ഉമ്മാക്കും. അത് നൽകുന്ന ഫിലിപ്പ് മമ്പാട് സർ ആൻഡ് മുസ്തഫ സർ എന്നിവരോടുള്ള ഹൃദ്യമായ നന്ദിയും കടപ്പാടും ഹൃദയത്തിൻ്റെ പേരിൽ അറിയിക്കുന്ന ഈ ഒരു നിമിഷം. അടുത്തതായി നമ്മുടെ ഇടയിൽ നിന്നും മറ്റൊരു താരമുണ്ട്. MPhil Psychiatric Social Work completed from Institute of Mental Health and Neurosciences 2021 and 24. With respect to our dear friend who has reached heights by achieving achievements from us. ഈ ഒരു 2010-11 ഹൃദ്യം ബാച്ച് ഹൃദ്യമായി സഫ്വാന PA ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർക്കുള്ള അവാർഡ് നൽകാനായി once again it's Mr. Philip Mambad sir along with Mr. Mustafa will be handing over the memento.
മറ്റൊരു അവാർഡ് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഇടയിലെ ആ ഡോക്ടർ MBBS from MS General Surgery, Hassan Institute of Medical Sciences, second year surgery resident at this moment. We would like to welcome one among us, the Dr. Ahalya, to be on the stage. അഹല്യയുടെ ആബ്സെൻസിൽ അഹല്യയുടെ ഫ്രണ്ട്സ് അത് ഏറ്റുവാങ്ങുന്നതാണ്. അടുത്തതായി ഒരു കാര്യം വളരെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. അതായത് നമ്മുടെ ഫിലിപ്പ് മമ്പാട് സാർ ഒരു പോലീസ് ആണല്ലോ, നല്ലൊരു കയ്യടി കൊടുക്കുമോ പോലീസിന്? അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കള്ളനെ പിടിക്കുക എന്നുള്ളതാണ് അല്ലേ? ഇന്ന് മറിച്ച് സംഭവിക്കും. നമ്മുടെ കള്ളൻ ദിലീപിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട് മീശ മാധവല്ലേ, ഈ ഞാൻ കട്ടതൊന്നും ഈ ചേക്ക് വിട്ട് പോയിട്ടില്ലെന്ന്. BYKHSSലെ ആജീവനാന്ത കള്ളൻ എന്ന് നമുക്ക് വിളിക്കാം. ഒരു പക്ഷേ ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഇതറിയാം. ആബിദ് റഹ്മാൻ മനോഹരമായ ഒരു ഷോർട്ട് ഫിലിം, ആ ഫിലിമിൽ ഒരു കള്ളനായി വേഷമിട്ട പ്രവാഹിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ. ഇങ്ങനെയാണ് അദ്ദേഹം തിരശീലയിൽ എങ്കിലും നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഒരു സ്പെഷ്യലി ഏബിൾഡ് കുട്ടികളെ പരിചരിക്കുന്നതിൽ, അവരെ ഏറ്റുവാങ്ങുന്നതിൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ, ജീവിതത്തിൽ മഹത്തായ ഒരു പിടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആബിദ് റഹ്മാൻ. ഇവിടെ ആസ്ഥാന കള്ളനെങ്കിലും ജീവിതത്തിൽ അങ്ങനെയല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ ഒരു കള്ളനും പോലീസും മനോഹരമായ ഒരു വ്യൂ കൂടി നമ്മൾ കാണുന്നു. അടുത്തതായി തങ്ങളുടെ മഹനീയമായ സാന്നിധ്യത്തിന് ഞങ്ങൾ ഈ ഒരു നിമിഷം അർപ്പിക്കുന്നവല്ല ഒരു മെമൻറ്റോയിൽ തീർക്കുന്നില്ല. ഞങ്ങളുടെ ഹൃദയമാണ് മിസ്റ്റർ ഫിലിപ്പ് മമ്പാട് സാർ താങ്കൾ ഞങ്ങളിൽ നിന്നും കവർന്നെടുത്തത്, എടുക്കുന്നത്, നിങ്ങൾക്ക് തരുന്നത്. മുസ്തഫ സാറയെ കൂടി ഈ ഒരു നിമിഷം നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി ഒരൊറ്റ മിനിറ്റ്, അതിനു മുന്നേ ഞങ്ങളോട് കൂടെ ഇതുവരെ കഴിഞ്ഞ പ്രോഗ്രാമിന് ഫുൾ ടൈം ഇരിക്കുന്ന ഒരു ടീച്ചറുണ്ട്, ഞങ്ങളുടെ പ്രിയ ടീച്ചർ സരസ്വതി മാഡത്തിനെ ഞങ്ങൾ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഒരു അവാർഡ് കൊടുക്കാൻ സരസ്വതി മാമിൻ്റെ ഒരു കൈ കൂടെ വേണമെന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധമാണ്. ദയവ് ചെയ്ത് പ്ലീസ് വെൽക്കം our dear mom along with the students. പ്രോഗ്രാം കമ്മിറ്റി എല്ലാവരും ചേർന്ന് നമ്മുടെ വിശിഷ്ടാതിഥിക്ക് ഉള്ള അടുത്തതായി ഒരു ചെറിയ സംഖ്യ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കമ്മിറ്റി ഫിലിപ്പ് മമ്പാട് സാറിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ വിശിഷ്യ അദ്ദേഹത്തിൻ്റെ ചാരിറ്റി മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ഉത്കൃഷ്ടരാണ് ഞങ്ങൾ BYKHSSൻ്റെ വിദ്യാർത്ഥികൾ. ഹൃദ്യം സ്റ്റുഡൻസ് അസോസിയേഷൻ നൽകുന്ന ഒരു ചെറിയ ക്യാഷ് ഫോർ ചാരിറ്റി we would like to hand over to sir. ഹൃദയം നിറഞ്ഞ നന്ദിയിൽ രണ്ട് വാക്കിൽ ഒതുക്കാതെ താങ്കൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുമെന്നും അത് വരും കാലങ്ങളിൽ പ്രാവർത്തികമാക്കുമെന്നും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വാക്ക് നൽകിക്കൊണ്ട് ഹൃദയം 2024 പ്രിയപ്പെട്ട ഫിലിപ്പ് സാറോട്
നന്ദി സർ. വീണ്ടും തങ്ങളുടെ വിലയാർന്ന വാക്കുകളും മറ്റും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഹൃദയം ഇവിടെ പറയാൻ സമയമാകുന്നു. We are waiting for another fabulous performance on the stage. It's gonna be fan art. സിനിമയെ പോലും വെല്ലുന്ന ഒരു കിഡിലോസ്കി പെർഫോമൻസിനായി നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം സ്റ്റേജ് സെറ്റ് ചെയ്യുന്നതിനിടയിൽ വളരെ ക്വിക്കായി ചില അവാർഡുകൾ കൂടെ കൊടുത്ത് മാറേണ്ടതുണ്ട്. So thank you so much once again to Mr. Philip Mambad for your valuable and esteemed presence, for making this a proud situation for all of us.